പാട്ട് പാടിത്തരൂ? മിനുങ്ങും മിന്നമിനുങ്ങി മിന്നി മിന്നി തേടുന്നതാരേ വരുമോ ചാരേ നിന്നച്ഛൻ. തലോടി കഥകൾ പാടിയുറക്കാൻ വരുമോ ചാരേ നിന്നച്ഛൻ. പുതുകനവാൽ മഷിയെഴുതി മിഴികളിലാദ്യം ചിറകുകളിൽ കിലുകിലുങ്ങും കരിവളയേകി കുഞ്ഞിച്ചുണ്ടിൽ പൊന്നും തേനും തന്നോ മമ്മൂട്ടി. പിച്ച പിച്ച വയ്ക്കാൻ കൂടി വന്നോ കൈനീട്ടി. എന്താ എന്തു പറ്റി? ഈ ചേച്ചിയുടെ സാരിക്ക് തീ പിടിച്ചു. ഭാഗ്യം, വേറൊന്നും പറ്റിയില്ലല്ലോ. ഇതെന്തോ ദുശകരമോ? ഇല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിനകത്ത് വെച്ച് ഇങ്ങനെ തീ പിടിക്കോ? ഇതെന്തോ ആപത്ത് വരാനിരിക്കുന്നെന്നാ എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒന്നും വിചാരിക്കണ്ട. ഏതോ ഒരു ആപത്ത് ഒഴിഞ്ഞുപോയി എന്ന് കരുതിയാ മതി. നിങ്ങൾ വെറുതെ പറഞ്ഞ് പേടിപ്പിക്കല്ലേ. വാ ചേച്ചി. എന്താ തിരുമേനി ഇതൊക്കെ? ആ, മനുഷ്യരങ്ങനെ പലതും പറയും. അതൊന്നും കാര്യാക്കണ്ട. എന്തെങ്കിലും ഒരു ആപത്ത് ഭഗവാൻ മുൻകൂട്ടി കാണിച്ചു തന്നു എന്ന് വിചാരിച്ചാ മതി. ഞാൻ മൂർത്തിയുടെ കോള് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. മാഡം പ്രതീക്ഷിക്കുന്നതെല്ലാം അതുപോലെ തന്നെ സംഭവിക്കും. ഇന്നലെ രാത്രി അതിനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തു കഴിഞ്ഞു. കൊള്ളാം, മൂർത്തിയുടെ പ്ലാൻ ഗംഭീരായി. ആർക്കും സംശയമൊന്നും തോന്നിയിട്ടില്ലല്ലോ? ഏയ് ഇല്ല മാഡം. അടുക്കളയിൽ നിന്ന് അവരെയെല്ലാം ആ സമയത്ത് മാറ്റാനുള്ള തന്ത്രം ഞങ്ങളുണ്ടാക്കി. എന്നിട്ടാണ് നമ്മുടെ ആളുകൾ അകത്ത് കയറി വിഷം കലക്കിയത്. എന്നിട്ട് ഇതുവരെ എന്തേലും സംഭവിച്ചോ? നമ്മുടെ ആളുകൾ ആ പരിസരത്ത് തന്നെയുണ്ട്. അവിടെ എന്ത് സംഭവിച്ചാലും അപ്പോ തന്നെ അവർ നമ്മളെ വിവരം അറിയിക്കും. ആഹാരം കഴിക്കാൻ അവിടേക്ക് ആളുകൾ വന്നു തുടങ്ങിയിട്ടില്ല. ആ തള്ളയുടെ പഴങ്കഞ്ഞിക്കടയിലെ അവസാനത്തെ കച്ചവടമായത്. അവന്റെ കാര്യത്തിൽ ഇന്ന് തന്നെ ഒരു തീർപ്പുണ്ടാക്കണം. അതിന് വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട് മാഡം. അവൻ ഒറ്റൊരുത്തൻ. അവനെ എന്റെ മോളെ എന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നേ. എന്റെ കുഞ്ഞിനെ മുന്നിൽ നിർത്തി അവൻ എന്നോട് വൈരാഗ്യം തീർക്കുക. മാഡം ധൈര്യമായിട്ടിരിക്കെ. അവനെ ഇന്ന് തന്നെ തീർത്തു കെട്ടാനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോ ഏത് നിമിഷവും ഒരു ശുഭവാർത്ത പ്രതീക്ഷിക്കാലോ അല്ലേ? അതെ മാഡം. സംഭവങ്ങൾക്കൊക്കെ ഇപ്പൊ ഒരു പിരിമുറുക്കം വന്നിട്ടുണ്ട്. എന്റെ മോളെ ഉപയോഗിച്ച് എന്റെ അടുത്ത് പ്രതികാരം തീർക്കാൻ ഇറങ്ങി തിരിച്ചാ സംഭവിക്കുന്നത് എന്താണെന്ന് ഇതോടെ അവര് മനസ്സിലാക്കണം. ഞാൻ കാത്തിരിക്കാം മൂർത്തി, ഒരു നല്ല വാർത്തയ്ക്ക് വേണ്ടി. എല്ലാം മാഡം പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ സംഭവിക്കും. മാഡത്തിന് സന്തോഷമുള്ള ആ വാർത്ത ഉടനെത്തും. ശരി മാഡം. അവരോടുള്ള യുദ്ധം ഞാനൊരു പരിധി വരെ അവസാനിപ്പിച്ചതായിരുന്നു. പക്ഷെ എന്റെ മോള്, അവളെ എനിക്കെല്ലാം. അവളെ എന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നവരൊക്കെ അതിന്റെ ശിക്ഷ അനുഭവിക്കണം. അവന്റെ പഴങ്കഞ്ഞിക്കട മാത്രമല്ല, അവന്റെ ജീവിതം ഇന്നത്തോടെ ഞാൻ കെട്ടിപ്പൂട്ടി സീല് വയ്ക്കും. സച്ചേട്ടൻ ഇന്ന് നേരത്തെ എത്തിയോ? പിള്ളേര് റെഡിയാവുന്നേ ഉള്ളൂ. ഓ അല്ല, മോൻ രാവിലെ വല്ലതും കഴിച്ചായിരുന്നോ? ഇല്ല, പിള്ളേരെ സ്കൂളിൽ വിട്ടിട്ട് കുമാരേട്ടന്റെ കടയിൽ നിന്ന് കഴിക്കാം. ആഹാ, എന്നാ പിന്നെ നിനക്ക് ഇവിടുന്ന് കഴിച്ചിട്ട് പോയിക്കൂടെ? ഇവിടുന്നൊന്നും കഴിക്കില്ലെന്ന് സച്ചേട്ടൻ പ്രതിജ്ഞ ചെയ്തല്ലേ? എടാ, എന്തായാലും കുഞ്ഞുങ്ങളെ റെഡിയായിട്ട് വരാൻ സമയാവും. അമ്മയല്ലേ പറയുന്നത്? നീ വന്ന് കഴിച്ചിട്ട് പോ. അമ്മേ, സ്നേഹേ, അവനുള്ള ഭക്ഷണം എടുത്തു വെക്കേ. നടക്കും.
അമ്മേ അത് വേണ്ടമ്മേ. ആ. ഞാൻ സ്ഥിരമായിട്ട് കുമാരേട്ടന്റെ കടയിൽ നിന്ന് കഴിക്കുന്നത്. ഇവിടെ ഈ കട തുടങ്ങിയതിനു ശേഷം മോൻ ഇതുവരെ ഇവിടുന്ന് കഴിച്ചിട്ടില്ലല്ലോ. എന്തായാലും ഇന്ന് ഇവിടുന്ന് കഴിച്ചേ പറ്റൂ. അമ്മയുടെ ഒരു ആഗ്രഹമല്ലേ, വേണ്ടെന്ന് പറയരുത്. എന്നാ പിന്നെ വേറൊരു ദിവസം ആവട്ടെ. ആ, അതൊന്നും പറഞ്ഞാ പറ്റില്ല. മോൻ കഴിച്ചേ പറ്റൂ. മോൻ അങ്ങോട്ട് ചെല്ലേ, അമ്മ ഈ സാരിയൊക്കെ മാറിയിട്ട് വരാം. ചെല്ലേ. കമലെടുത്തിയേ പഴങ്കഞ്ഞി എടുത്തോ. ഇവിടെ സ്ഥിരം കഴിക്കുന്നവരാ.